നിന്റെ അച്ഛനമ്മയ്ക്ക് അവിടെ നിൽക്കട്ടെ. നിനക്ക് എന്ത് വേണം? നിന്റെ ജീവിതത്തിന് എന്താണ് ശരിയെന്ന് നിശ്ചയിച്ച് നീ തന്നെ ഒരു തീരുമാനം എടുക്കണം. എനിക്ക് സുഭാഷേട്ടന്റെ കൂടെ ജീവിക്കണം. പക്ഷെ അതിനുവേണ്ടി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല നിധി. എന്താ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത്? നിനക്ക് സുഭാഷേട്ടൻ്റെ കൂടെ ജീവിക്കണം ആഗ്രഹമില്ലേ? അപ്പൊ അതിന് ശ്രമിക്കേണ്ടത് നീയല്ലേ? ഞാൻ എന്ത് ചെയ്യാൻ? അമ്മയും അച്ഛനെ വഴക്കുണ്ടാക്കണോ? അവരുടെ സ്വഭാവം അറിയില്ലേ? ഞാനിപ്പോ പറയാൻ പോകുന്നത് നീ എങ്ങനെ എടുക്കാൻ എനിക്കറിയില്ല. നമുക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യുന്ന അത്രയും പ്രധാനോ നമുക്ക് ഇഷ്ടപ്പെടാത്ത കാര്യം ചെയ്യാതിരിക്കുന്നത്? നിനക്ക് കല്യാണം നടത്തി വെച്ച് നിന്റെ സ്വന്തക്കാരും ബന്ധുക്കളും എല്ലാവരും തിരിച്ചു പോകും. നിന്റെ അച്ഛൻ ജോലി സ്ഥലത്തേക്ക് പോകും. അമ്മ തിരിച്ച് വീട്ടുകാര്യങ്ങളിലേക്കും തിരിയും. നീ ഒറ്റയ്ക്ക് വേണം നിന്റെ ജീവിതം ജീവിച്ചു തീർക്കാൻ. ഇഷ്ടപ്പെടാത്ത ഒരാളോടൊപ്പം നീ എല്ലാ ദിവസവും കഴിയേണ്ടി വരും. ഓരോ നിമിഷവും നരകമായിരിക്കും സുനന്ദ. നിന്റെ മാത്രമല്ല, അയാളുടെ രണ്ടുപേരുടെയും ജീവിതത്തെ ഒരു തീരുമാനം എടുക്കാൻ കഴിയാതെ നശിപ്പിക്കണം. മറിച്ച് നിനക്കതൊരു പ്രശ്നമായിട്ട് തോന്നുന്നില്ലെങ്കിൽ, നിനക്ക് മനസ്സ് മാറ്റി ഒരു പുതിയ ആളായിട്ട് ജീവിക്കാൻ കഴിയുന്ന ഉറപ്പുണ്ടെങ്കിൽ നീ കല്യാണമായിട്ട് മുന്നോട്ട് പോ. പക്ഷെ ഈ മനസ്സും വെച്ചാ നീ മുന്നോട്ട് പോകുന്നെങ്കിൽ ദയവേത് നീ കല്യാണത്തിന് നിൽക്കരുത്. സുഭാഷേട്ടനെ പോലെ ആരും എന്നെ പരിഗണിച്ചിട്ടില്ല, സ്നേഹത്തോട് സംസാരിച്ചിട്ടില്ല. ചെറുപ്പം മുതൽ എനിക്ക് സുഭാഷേട്ടന് വലിയ ഇഷ്ടം. ഇപ്പൊ പെട്ടെന്ന് ആളെ മറന്നിട്ട് വേറൊരാളെ കൂടെ ജീവിക്കാൻ പറഞ്ഞാൽ എനിക്കത് ആലോചിക്കാൻ കൂടി കഴിയില്ല. നിധി, ഈ കാര്യത്തിൽ നിനക്ക് എന്നെ എങ്ങനെയെങ്കിലും സഹായിക്കാൻ കഴിയോ? ശരി, പക്ഷേ ഒരു തീരുമാനം എടുത്താ പിന്നെ നീ അതിന് മാറോ? അതിൽ ഉറച്ചു നിൽക്കില്ലേ? എന്താ അങ്ങനെ ചോദിക്കുന്നത്? എന്റെ അവസ്ഥ നീ കാണുന്നില്ലേ? അത് അറിയാവുന്നതുകൊണ്ടാ വീണ്ടും വീണ്ടും ചോദിക്കുന്നത്. എനിക്ക് സുഭാഷേട്ടനെ തന്നെ വേണം, അതിനൊരു മാറ്റമില്ല. എന്നാ പിന്നെ കല്യാണം കഴിച്ചൂടെ? എന്തിനെങ്ങനെ ഷോക്കാവുന്നത്? സുഭാഷേട്ടനോട് ജീവിക്കാനല്ലേ ഇഷ്ടം. അപ്പൊ കല്യാണത്തെ കുറിച്ച് പറയുമ്പോ ഇത്രയും ഷോക്കാവുന്ന എന്തിനാ? അതൊക്കെ നടക്കോ? ഞാൻ വീട് വിട്ടു പോകുന്നു, അതൊക്കെ വലിയ പ്രശ്നമില്ലേ? പ്രശ്നം ഉണ്ടാവും, വലിയ വഴക്കും അടിയും ഒക്കെ ഉണ്ടാവും. അത് ഫേസ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ കല്യാണവും നടക്കും. ശരി, അപ്പൊ നെക്സ്റ്റ് സ്റ്റെപ്പ് ഞാൻ എന്താ ചെയ്യണ്ടേ? ഇപ്പൊ 8 മണി കഴിഞ്ഞു. ഒരുപാട് നേരം ഇവിടെ ഇരുന്ന വീട്ടിലെ സംശയം തോന്നും. അത് ശരിയാ, അരമണിക്കൂറിനുള്ളിൽ എത്തണമെന്ന് അമ്മ പറഞ്ഞിരിക്കുന്നത്. എന്നെ തെച്ചു വെക്കോ. ഇന്ന് പകല് ഒരു സംശയം തോന്നാത്ത രീതിയിൽ പെരുമാറണം. എന്ന് വെച്ചാൽ അമിതമായിട്ട് സന്തോഷം കാണിച്ച് വെറുതെ കൊളാക്കൊന്നും ചെയ്യരുത്. നാളെ രാവിലെ 10 മണിയോടെ ഇവിടേക്ക് വരാൻ പറ്റുമോ? വരാം. എന്നാൽ നാളെ ഈ അമ്പലത്തിൽ വെച്ച് നിങ്ങളുടെ വിവാഹം ഞങ്ങൾ നടത്തി തരും. നടക്കോ? നടക്കണമെന്നാണോ നടക്കരുതെന്നാണോ നീ ആഗ്രഹിക്കുന്നത്? ഭഗവതി സത്യം, എനിക്ക് ഈ കല്യാണം നടക്കണമെന്ന് ആഗ്രഹം. നീ ആഗ്രഹിക്കുന്നുണ്ടല്ലോ, അത് നടത്താനുള്ള തീരുമാനം ഇപ്പൊ എടുത്തത്. ഇനി അതിന് മാറാതെ നോക്കണം. ഈ കല്യാണം നടക്കും, അതെന്റെ ഉറപ്പാ. പോരെ, 10 മണിക്ക് എത്തുമല്ലോ അല്ലേ? ഉറപ്പാണോ? ഉറപ്പ് നിധി, ഞാൻ എത്തിയിരിക്കും. ശരി, എന്നാ ചെല്ല്. സുനന്ദ, ഈ തീരുമാനത്തില് ഇനി മാറ്റം ഉണ്ടാവരുത്. ഇല്ല നിധി, ഇത് എനിക്ക് വേണ്ടിയുള്ള തീരുമാനം, ഇനി മാറില്ല. അന്ന് ഇവനും കൂട്ടുകാരും കൂടെ അല്ലേ വന്നിരുന്നേ. ഞങ്ങളും കുടുംബത്തിലെ കാരണവരും വന്ന് കുട്ടിയെ കണ്ട് മടങ്ങാന്നൊരു ചടങ്ങുണ്ടല്ലോ, അതുകൊണ്ട് വന്നതാ. ഒപ്പം തലക്കുറി കൈമാറുകയും ചെയ്യാം. ആയിക്കോട്ടെ. രണ്ട് കുടുംബത്തിലെ ആൾക്കാരെ കല്യാണത്തിന് മുമ്പ് പരസ്പരം കണ്ടു പരിചയപ്പെട്ടിരിക്കുന്നത് എന്തുകൊണ്ട് നല്ലതാ. ആ. എന്നെ അറിയാവല്ലോ. ഇത് എന്റെ അളിയൻ ഗംഗാധരൻ, ഇത് എന്റെ അമ്മ, ഇത് ഭാര്യ ലളിത. ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ കുടുംബം. ഞങ്ങൾ ഒരു ചെറിയ കുടുംബമാ. കാരണവരായിട്ടൊന്ന് പറയാൻ ദേ അമ്മാവനാണ് പ്രധാനം. തലക്കുറി കൈമാറാൻ വരുമ്പോ അമ്മാവനും കൂടെ കൂട്ടി വരാന്ന് വിചാരിച്ച്. പയ്യനെ ജാതകത്തിലൊന്നും വിശ്വാസമില്ലെന്നാണല്ലോ അന്ന് പറഞ്ഞേ. അവൻ അങ്ങനെയൊക്കെ പറയും. പക്ഷേ നമ്മൾ ഇത്തിരി ലോകം കണ്ടവരല്ലേ. മനുഷ്യന്മാര് മാത്രം ഭരിക്കുന്ന ലോകം അല്ലല്ലോ ഇത്. മുകളിൽ നിൽക്കുന്ന നക്ഷത്രങ്ങളെയും ഗോളങ്ങളെയും നമുക്ക് കണ്ടില്ലെന്ന് വെക്കാം. പക്ഷേ അവ നമ്മളെവിടില്ലല്ലോ. നമ്മൾ ഇപ്പോഴല്ലേ CCTV ഒക്കെ വെച്ചത്. ഗ്രഹങ്ങൾ പണ്ട് മുതലേ ഈ പണിയല്ലേ ചെയ്യുന്നത്. നാട്ടിലൊരു ജോത്സ്യന്റെ അടുത്ത് ഞങ്ങൾ നാളും ജന്നത്ത് ഇതേക്ക് വെച്ചൊന്ന് നോക്കിയിരുന്നു. ഇനി കാര്യമായിട്ട് നിങ്ങളൂടി ഒന്ന് നോക്കിക്കോളൂ. ആയിക്കോട്ടെ, പക്ഷേ എല്ലാത്തിനും പ്രധാനം ഈ മനസ്സിന്റെ പൊരുത്തമാണല്ലോ അല്ലേ? അതെ, എത്ര ഗ്രഹപ്പൊരുത്തം ഉണ്ടായാലും മനപ്പൊരുത്തം ഇല്ലെങ്കിൽ കഴിഞ്ഞില്ലേ. എന്നാ പിന്നെ നിങ്ങൾ ഇരിക്കെ, ഞാൻ അവളെ എന്നെങ്കിലും ഉടുത്തൊരുങ്ങി നിൽക്കാൻ തോന്നിയല്ലോ. അല്ലെങ്കിൽ പെൺകുട്ടികളുടെ കാര്യം ഇത്രയേ ഉള്ളൂ. ആദ്യമൊക്കെ മറക്കാൻ പറ്റില്ല, സഹിക്കാൻ പറ്റില്ല എന്നൊക്കെ തോന്നും. പിന്നെ അതങ്ങ് മാറും. ഇരുമ്പിനോട് ഒട്ടി നിൽക്കുമ്പോ കാന്തത്തിന് തോന്നും ജീവിതകാലം മുഴുവൻ താൻ അവിടെ ഒട്ടിയിരിക്കുകയാണെന്ന്. അതിനെ അവിടുന്ന് പറിച്ചെടുത്ത് ഇത്തിരി കൂടെ കൊള്ളാവുന്ന ഇരുമ്പ് കഷ്ണത്തിൽ വെച്ച് നോക്കി, അത് അവിടെ ഇരുന്നോളും. പെൺകുട്ടികളുടെ പ്രേമം എന്നൊക്കെ പറയുന്നത് അത്രേ ഉള്ളൂ. നല്ല ഇരുമ്പ് നോക്കി പറിച്ചു മാറ്റി വെക്കുന്ന പണിയാ വീട്ടുകാര് ചെയ്യുന്നതെന്ന് വിചാരിച്ചാ മതി. എന്നാ അമ്മ അച്ഛനെ പറിച്ചു മാറ്റി വേറൊരു ഇരുമ്പി കൊണ്ട് വെക്കട്ടെ? ഒട്ടിയിരുന്നോളോ? ചിത്രം പറഞ്ഞ കണ്ണുകുത്തി പൊട്ടിക്കും ഞാൻ. അപ്പൊ പിന്നെ വലിയ ഫിലോസഫിയും കൊണ്ട് ഇങ്ങോട്ട് വരണ്ട. നിങ്ങളൊക്കെ കൂടി ഇത് തീരുമാനിച്ചു. ഞാൻ നിങ്ങളുടെ ചരടിനൊത്ത് ആടാൻ വിധിക്കപ്പെട്ട വേറെ പാവയാണെന്ന് എനിക്ക് മനസ്സിലായി. ഇനി അതിനൊത്ത് ആടിക്കോളാം. പോരെ? മതി. ആ ആട്ടവാ നിനക്ക് നല്ലതെന്ന് വൈകാതെ നിനക്ക് മനസ്സിലായിക്കോളും. ഇപ്പൊ വാ, വന്ന് അവർക്ക് ചായ എടുത്തു കൊടുക്ക്. നടക്കണിക്കൂട്ട്. പണ്ടത്തെ പോലെയാണോ ഇപ്പോ? ഒരു കുട്ടിയെ ഇറക്കി വിടാതൊക്കെ പറ്റാ. പണ്ട് ഭഗീരഥൻ ഗംഗയെ ആകാശത്തിന് കൊണ്ടുവരുന്നതിനേക്കാൾ ക്ലേശകരമാ. സ്വർണത്തിന്റെ വില തന്നെ ഉദാഹരണം. നികുതി അടക്കം ഇന്നത്തെ വിലയനുസരിച്ച് പവന് 1,12,000 രൂപയാ. പണിക്കൂലി വേറെ. എല്ലാം കഴിഞ്ഞു വരുമ്പോ ഏതാണ്ട് 1.25 ലക്ഷം റുപ്യയാവും. പിന്നെ ഒരു 50 പവൻ കൊടുക്കാമെന്ന് തീരുമാനിച്ചാൽ തന്നെ രൂപ അപ്പോഴും 10-60 ലക്ഷം രൂപയായില്ലേ. പിന്നെ കല്യാണ ചെലവ് എല്ലാം കൂടെ നോക്കുമ്പോ 1 കോടി രൂപ പോയി കിട്ടും. കാര്യങ്ങളെല്ലാം ഞാൻ ഗൾഫ് വെച്ചേ മോനോട് പറഞ്ഞിട്ടുണ്ട്. 1 കോടി ഒന്നും മുടക്കി ഒരു കല്യാണം നടത്താനുള്ള പാങ്ങൊന്നും എനിക്കില്ല. പക്ഷെ അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ലല്ലോ. പല കാലങ്ങളായി സ്വരൂപിച്ചു വെച്ച കുറെ സ്വർണം ഒരു 10-20 പവൻ കാണും. അത് അവക്കുള്ളതാ. പിന്നെ ഈ വീട് അതും അവക്കുള്ളതാ. അതിലൊന്നും വിഷമിക്കണ്ട, ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഡിമാൻഡും ഇല്ല. നമുക്ക് ഡിമാൻഡ് ഒന്നും ഇല്ലെങ്കിലും അവർക്ക്
ആവുന്നവരൊക്കെ ചെയ്യുന്നില്ലേ 20 പവൻ പറഞ്ഞാൽ ഇന്നത്തെ വിലയ്ക്ക് 25 ലക്ഷം രൂപയായില്ലേ കൊടുക്കും മോളെ. എല്ലാവർക്കും നമസ്കാരം വരമോളെ. നമസ്കാരം. നിനക്ക് കുട്ടിയോട് ഒറ്റയ്ക്ക് സംസാരിക്കണോടാ? ഏയ് നിങ്ങൾക്കൊക്കെ ബോധ്യപ്പെട്ടാൽ മതി. ഇപ്പൊ ഒരു 10 മിനിറ്റ് സംസാരിച്ചുകൊണ്ട് സുനന്ദയ്ക്ക് എന്നെയും എനിക്ക് സുനന്ദയെ മനസ്സിലാവാൻ പോകുന്നില്ല. അതിന് ദിവസങ്ങൾ എടുക്കും. അതുപോലെ അവർക്ക് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടേ. അതിനെന്താ, കല്യാണം കഴിഞ്ഞും പഠിച്ചോട്ടെ. കുട്ടികൾ പഠിച്ചിരിക്കുന്നത് എപ്പോഴും നല്ലതാ. ഇവന്റെ കൂടെ ഗൾഫിൽ പോകുമ്പോ അവിടെയും ജോലി നോക്കാലോ. എന്നാ പിന്നെ ആ തലക്കുറി ഇങ്ങ് കൈമാറല്ലേ. ആവാം, ആയിക്കോട്ടെ. നിങ്ങൾ കൂടി ഒന്ന് നോക്കിച്ചു വെച്ചോളൂ. അതിനുശേഷം നിശ്ചയത്തിന്റെയും കല്യാണത്തിന്റെയും തീയതി ഉറപ്പിക്കാം. ആയിക്കോട്ടെ. എന്നാ പിന്നെ യാത്രയില്ല. ആയിക്കോട്ടെ. ശരി. നല്ല സുന്ദരിയായിരിക്കുന്നു കേട്ടോ. രണ്ടുപേരും നല്ല ചേർച്ചയാ. അമ്മ വരട്ടെ മോളെ. ഫോൺ ചെയ്യുമ്പോ അല്പം കൂടുതൽ സംസാരിക്കാം കേട്ടോ. ഇങ്ങനെ പെട്ടെന്ന് കട്ട് ചെയ്യണമെന്നില്ല. അത് തറവാട്ടി പിറന്ന കുട്ടികളുടെ ലക്ഷണമോ? ശരി മോളെ, ഇറങ്ങട്ടെ. ശരി. നല്ല പയ്യനല്ലേ, ഇവക്ക് ചേരും. ഒരു സാധ്യതയില്ല. സുനന്ദ ഒരിക്കലും വരാൻ പോകുന്നില്ല. പിന്നെ അവരുടെ വീട്ടുകാരനെ ഇതൊക്കെ വലിയ ഇഷ്ടം എടുത്തി. ആ പെണ്ണിന് ഇതൊക്കെ ഒരു കളിയാന്നേ. എല്ലാവരും ഇളക്കി വിട്ട് കറക്റ്റ് സമയത്ത് ആ പെണ്ണ് മുങ്ങികളെ. ഇത്തവണ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഞാൻ പറയുന്ന വിശ്വസിക്കേ. സുനന്ദ എന്റെ അടുക്കൽ വന്ന് പറഞ്ഞതാ ഇഷ്ടമല്ലാത്ത കല്യാണത്തിന് തയ്യാറല്ലെന്നും സുഭാഷ് ഏട്ടനെ മാത്രമേ കല്യാണം കഴിക്കൂന്നും. എന്നോട് സ്ട്രോങ് ആയിട്ട് പറഞ്ഞേ. എന്നോട് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോന്നും ചോദിച്ചു. അവള് ചോദിച്ച ആത്മാർത്ഥമായിട്ടാ. അതെനിക്ക് ഉറപ്പാ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അവൾ ഉറപ്പായിട്ട് ഇറങ്ങി വരും. അവര് വരാൻ പോണില്ല എടുത്തി. ശരി, സുനന്ദ വിശ്വസിക്കണ്ട, എന്നെ വിശ്വസിച്ചൂടെ? ഇത്രയും നാളുകൾക്ക് ശേഷം അവൾ ഉറച്ചൊരു തീരുമാനം എടുത്തത് ഇപ്പോഴാ. ഞാൻ പറയുന്ന വിശ്വസിക്കേ പ്ലീസ്. എന്റെ പൊന്നു നിധി, ആ പെണ്ണൊരു പേടിത്തൊണ്ടിയാ. വീട്ടുകാരൊന്ന് കണ്ണുരുട്ടിയാ അവൾ അവിടെ നിൽക്കും. എത്ര പേടിത്തൊണ്ടി ആയാലും മനസ്സുറച്ചൊരു തീരുമാനം എടുത്താ പിന്നെ അതിന് മാറില്ല. ഒരിക്കലും ഞാനും അങ്ങനെ ഒരു പേടിത്തൊണ്ടിയായിരുന്നു. വീട് വിട്ട് പോകുന്നതിനെ കുറിച്ച് ഞാൻ ഒരു കാലത്തും ആലോചിച്ചിട്ടേ ഇല്ല. സഹിക്കാൻ പറ്റാത്ത ചില സന്ദർഭങ്ങൾ ഉണ്ടാവുമ്പോ തനിയെ അതൊക്കെ ചെയ്തു പോകും. തനിക്ക് വേണ്ടി താൻ തന്നെ തീരുമാനം എടുത്തില്ലെങ്കിൽ വേറെ ആരും ഉണ്ടാവില്ലെന്ന് മനസ്സിലായ പിന്നെ എന്ത് ചെയ്യാനോ? സുനന്ദ ഇപ്പൊ അങ്ങനെ ഒരു മാനസികാവസ്ഥയിൽ. ശരി, സമ്മതിച്ചു. പക്ഷേ സുഭാഷ് ചേട്ടനും കൂടി സമ്മതിക്കണ്ടേ? സുഭാഷേട്ടന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഈ കല്യാണം നടത്താൻ നിങ്ങൾ റെഡിയാണോ എന്ന് ആദ്യം പറ. എടുത്തി സുഭാഷ് ചേട്ടന്റെ കല്യാണം നടക്കുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുള്ളൂ. അതിപ്പോ സുനന്ദേച്ചനും സന്തോഷം തന്നെയാ. പക്ഷെ ആ വീട്ടുകാരെ കുറിച്ച് ഓർമ്മ ഒരു പേടി. സുനന്ദ ധൈര്യമായിട്ട് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ആരെ എതിർത്തിനും വലിയ കാര്യമൊന്നുമില്ല. എതിർക്കാൻ വരുന്നവരെ അടിച്ചൊതുക്കിയിട്ടാണെങ്കിലും നമ്മൾ കല്യാണം നടത്തും. അത് വേറെ കാര്യം. എല്ലാം ഓക്കെ. ആ. കല്യാണം നടത്തുന്നത് വലിയ കാര്യമൊന്നുമല്ല. ആ. അത് നമുക്ക് നോക്കാം. പക്ഷെ സുനന്ദ ഇറങ്ങി വരുമോ ഇല്ലയോ? വരും, ഉറപ്പായിട്ടും വരും. ഓക്കെ, എന്നാ റെഡി. അങ്ങനെയാണ് ഞാനും ഓക്കെ. ശരി, സമ്മതിച്ചു. പക്ഷേ സുഭാഷ് ചേട്ടനോട് ഇതാരും സംസാരിക്കും. അത് ഞാൻ നോക്കിക്കോളാം. നിങ്ങളെ അമ്പലത്തിലെ കാര്യങ്ങൾ നോക്കിയാൽ മതി. നാളെ കൃത്യം 10 മണിക്ക് സുനന്ദ അമ്പലത്തിൽ വരും. അമ്പലത്തിൽ വെച്ച് താലി കെട്ടി ദേവസ്വം ഓഫീസിൽ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രശ്നമില്ല. ഈ രജിസ്ട്രേഷൻ പിന്നെ നടത്തിയാലും മതി. അതിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. ഓ, എക്സ്പീരിയൻസിന്റെ ഗുണം അല്ലേ? ആ പിന്നെ അവളോട് വരുമ്പോഴേ ഈ ഡോക്യുമെന്റ്സ് ഒക്കെ എടുത്തോണ്ട് വരാൻ പറയണം കേട്ടാ. ഇയാളെ പോലെ അത് വീട്ടിൽ വെച്ച് മറന്നുപോയാലേ ആകെ കുഴഞ്ഞു പോകും. ഡോക്യുമെന്റ്സ് ഇല്ലാതെ രജിസ്റ്റർ മാരേജ് നടത്തി ശീലമുള്ള ആളല്ലേ, അപ്പൊ പിന്നെ ആ പ്രശ്നം വരില്ല. അയ്യോ, അത് ഞാൻ ചെയ്തൊന്നും അല്ല. അയ്യോ, സത്യമായിട്ടും അല്ലാന്നേ. എടാ, ഞാനൊരു കാര്യം ചെയ്യാം. ഈ അമ്പലത്തിൽ ചെന്നിട്ട് കല്യാണത്തിന്റെ കാര്യമൊക്കെ ഉള്ള റെസീറ്റ് തയ്യാറാക്കാം. നിങ്ങൾ മറ്റു കാര്യങ്ങളൊക്കെ നോക്കിക്കോളൂ. എന്നാ ശരി. ഇടത്ത് സുഭാഷേട്ടോട് സംസാരിച്ച് എല്ലാം ഉറപ്പിക്കും. കൂടെ ഞങ്ങൾ വരാം. ബാക്കി കാര്യം നമുക്ക് നോക്കാം. കല്യാണോ? നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? അത് നാളെ അതൊന്നും ചെയ്യാവില്ല. എന്തായാലും നിങ്ങൾ തമ്മിൽ ഇഷ്ടമാണ്. എന്നാ പിന്നെ വിവാഹം കഴിച്ച എന്താ? അതെ, എല്ലാ ലവ് സ്റ്റോറിക്ക് ഒരു ക്ലൈമാക്സ് ഉണ്ട്. ലവ് സ്റ്റോറിയോ? എന്താ അങ്ങനെയല്ലേ? അവൾ എന്തോ വട്ട് പറഞ്ഞെന്ന് കരുതി സുഭാഷ് ചേട്ടൻ അവളെ ഇഷ്ടമായിരുന്നില്ലെന്ന് എന്നോട് പറയാൻ പറ്റുമോ? അവർക്ക് മറ്റൊരു വിവാഹം നിശ്ചയിച്ചിരിക്കലെന്നത് ഇതിനോടകം അവർ എത്രയോ പേരെ അറിയിച്ചിട്ടുണ്ടാവും. വെറുതെ നമ്മളായിട്ട് പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ട. അതൊന്നും വേണ്ട. അല്ലെങ്കിൽ തന്നെ നാട്ടുകാർക്ക് നമ്മളെ കണ്ണെടുത്ത് കണ്ടുകൂടാ. അതിന്റെ ഇടയ്ക്ക് ഇതും കൂടി വേണ്ട വേണ്ട, അതൊക്കെ വലിയ പ്രശ്നമാവും. നാട്ടുകാരെന്ത് പറയുന്ന കരുതി നമുക്ക് ജീവിക്കാൻ പറ്റുമോ സുഭാഷ് ചേട്ടാ? അവരെന്ത് വേണേലും പറഞ്ഞോട്ടെ. സുനന്ദ സുഭാഷ് ചേട്ടന് ഇഷ്ടമാണോ അല്ലയോ? അതേ ഇവിടെ ചോദ്യമുള്ളൂ. പറയണം. ഇഷ്ടമുള്ളതെല്ലാം സ്വന്തമാക്കാൻ പറ്റുന്നതല്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ല നിധി. അതെന്ത് തരം ഫിലോസഫി ആയിട്ടാ? അതെ, ഇഷ്ടപ്പെട്ടത് സ്വന്തമാക്കാന്നുള്ളത് നമ്മുടെ ആവശ്യമാണ്. അത് നടത്തിയെടുക്കാന്നുള്ളതാ നമ്മൾ ചെയ്യണ്ടേ. ഹരീഷ് പറഞ്ഞതാ ശരി. ഇഷ്ടമുള്ളത് നേടിയെടുക്കാൻ നമ്മൾ തന്നെ പ്രയത്നിക്കണം. മോളെ, അതൊന്നും ശരിയാവില്ല. ഒരേ നാട്, സ്വന്തക്കാര്, അതൊക്കെ വലിയ പ്രശ്നമാവും. ആ കുടുംബത്തെ സ്വന്തക്കാരെന്ന് മാത്രം പറയില്ല ചേട്ടാ. ഏട്ടത്തി എന്തുമാത്രം കഷ്ടപ്പെട്ടാ ഇതിവിടെ വരെ എത്തിച്ചെന്നറിയാമോ? ഈ കല്യാണം നടന്നാൽ നല്ലല്ലേട്ടാ? ഇതിനു വേണ്ടിയാവും ഇത്രയും നാട് വിവാഹം നടക്കാതിരുന്നത്. അവർക്ക് എന്തൊക്കെ തീരുമാനിച്ചിട്ടും സുനന്ദ അവസാനം ഇവിടെ തന്നെ വന്നെത്തിയില്ലേ? അതിന്റെ കാരണം എന്താണെന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഞാൻ ഇന്ന് രാവിലെ അവളെ അമ്പലത്തിൽ വെച്ച് കണ്ടിരുന്നു. സുഭാഷ് ചേട്ടനെ മറന്ന് മറ്റൊരാളെ സ്വീകരിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് കരയായിരുന്നു പാവം. എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാമോന്ന് എന്നോടും ചോദിച്ചു. ഇന്ന് തീരുമാനിക്കുന്നു, നാളെ കെട്ടുന്നു. ഇതൊക്കെ സിനിമയിലും സീരിയലൊക്കെ നടപ്പായിരിക്കുന്നത്. വീട് വിട്ട് വരാനൊന്നും അവർക്ക് പറ്റത്തില്ല. ഉവ്വ് സുഭാഷ് ചേട്ടാ, അവൾക്ക് സുഭാഷ് ചേട്ടനെ അത്രയ്ക്ക് ഇഷ്ടാ. അതുകൊണ്ടാ അവസാനം എന്ത് റിസ്ക്കും അവൾ എടുക്കാൻ തയ്യാറായത്. കൃത്യം 10 മണിക്ക് നാളെ അവൾ അമ്പലത്തിലെത്തും. അപ്പൊ നമ്മളവിടെ ഉണ്ടാവണം. കല്യാണത്തിന് വേണ്ടിയുള്ള ബാക്കി എല്ലാ കാര്യങ്ങളും ഞങ്ങൾ റെഡിയാക്കി കഴിഞ്ഞു. എടാ, മറ്റൊരാൾക്ക് വിവാഹം ചെയ്തു കൊടുക്കാൻ അവരുടെ വീട്ടുകാർ നിശ്ചയിച്ച് ഉറപ്പിച്ചതല്ലേ? അതെങ്കിലും നമ്മൾ ആലോചിക്കണ്ടേ? എന്തിനാലോചിക്കണം? അവരാരുടെ മുന്നിൽ വേണമെങ്കിലും നാണം കിട്ടോട്ടെ. അത് സുഭാഷേട്ടൻ എന്തിനാലോചിക്കണേ? അവർ ഇത്ര കാലം നമ്മളെ പറ്റിട്ട് എന്തെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? സുഭാഷ് ചേട്ടാ, വീട് സ്വന്തക്കാരിൽ നിന്ന് ആലോചിക്കേണ്ട സമയമല്ല ഇത്. ഒറ്റ ചോദ്യത്തിന് ഇപ്പൊ സുഭാഷ് ചേട്ടന്റെ മനസ്സിൽ ഉത്തരം വേണ്ടും. സുനന്ദയെ സുഭാഷ് ചേട്ടന് ഇഷ്ടമാണെന്ന ചോദ്യത്തിന് മാത്രം. ഇല്ലെന്ന് ഞാൻ പറയുന്നില്ലല്ലോ. മോളെ, അവളൊരു പാവം പെണ്ണ. ഓരോ തവണയും ഇവിടെ നിന്ന് കരഞ്ഞ് നിലവിളിച്ച് പോകുമ്പോ എനിക്ക് ഒരുപാട് സങ്കടം തോന്നിയിട്ടുണ്ട്. പക്ഷെ പിന്നെ എന്താ ഒരു പക്ഷെ? വിവാഹം കഴിച്ച പോലെ. വിവാഹം കൊണ്ടൊരു പരിഹാരം ഉണ്ടാവുന്നില്ലല്ലോ. പിന്നെയല്ലേ പ്രശ്നങ്ങൾ തുടങ്ങാൻ പോകുന്നത്. അതാണ് നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവാത്തത്. ഞാനിവിടെ വന്നിട്ട് ഇത്ര നാളല്ലേ ആയിട്ടുള്ളൂ. എനിക്ക് സുഭാഷ് ചേട്ടൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ട്. പ്രശ്നങ്ങൾ ഉണ്ടാവും, അതിവിടെ എല്ലാവർക്കും അറിയാം. പക്ഷെ എന്ത് നടന്നാലും
ഫേസ് ചെയ്യാമെന്ന് ഉറപ്പിച്ചിട്ടാ എല്ലാരും ഇത് പറയുന്നത്. കല്യാണം കഴിഞ്ഞതിന് ശേഷം എന്ത് നടന്നാലും എന്താ സുഭാഷേട്ടാ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? പോലീസിൽ പരാതി കൊടുത്താൽ എന്താ കാര്യം? ആരുടെ ഒപ്പം ജീവിക്കണത് പോലീസുകാർക്ക് തീരുമാനിക്കാൻ അവകാശമുണ്ടോ? പിന്നെ ഇവിടെ വന്നിട്ട് അടിയുണ്ടാക്കാൻ പോണത്. വരട്ടെ, അപ്പോഴല്ലേ നമുക്ക് നോക്കാം. നമ്മൾ ഒന്നും ചെയ്യാണ്ട് തന്നെ അവരെന്തൊക്കെ ചെയ്തു നമ്മൾ നേരിട്ടില്ലേ, ഇതും നമ്മൾ നേരിടും. സുനന്ദയോട് സുഭാഷ് ചേട്ടനെ അമ്പലത്തിൽ എത്തിക്കാന്ന് വാക്ക് കൊടുത്തിട്ടാ ഞാൻ വന്നത്. നാളെ അവൾ ഉറപ്പായിട്ട് അവിടെ വരും. സുഭാഷ് ചേട്ടൻ വരാതിരിക്കോ? മോളെ അവർ ആലോചിച്ചുറപ്പിച്ച് വിവാഹം നിന്നു പോയാ അത് അവർക്ക് വലിയ നാണക്കേടാവില്ലേ? ഇനിയും ആ വീട്ടുകാരെ പറ്റിയുള്ള നാണക്കേട് കൊടുത്തുന്നാലേ ചേട്ടനാന്നും ഞാൻ നോക്കില്ല. പറഞ്ഞില്ല വേണ്ട. എടാ, അല്ലെങ്കിൽ തന്നെ നമ്മുടെ വീടിനെ പറ്റി ഒരുപാട് മോശപ്പേരുണ്ട്. ഇനി എന്തെങ്കിലും ഉണ്ടായാൽ അത് നിങ്ങളെ തന്നെ ബാധിക്കുക, അത് നിങ്ങളുടെ ജീവിതത്തെ ബാധിക്കും. ഈ വീട്ടിൽ ഇതിലും മോശം ഇനി എന്താ ഉള്ള സുഭാഷേട്ടാ? ഇതുവരെ നമ്മളെ പറ്റി ആരും നല്ലതെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. പിന്നെന്താ സുഭാഷേട്ടന്റെ കല്യാണം കൊണ്ട് ആദ്യമായിട്ടൊരു ചീത്തപ്പേര് ഉണ്ടാവുകയാണെങ്കിൽ ശരി, ഏട്ടത്തി പറയുന്ന കേക്ക്. അതാ നല്ലത്. അതെ, കൂടുതൽ ആലോചിക്കാൻ നിൽക്കാണ്ട് ഈ കല്യാണത്തിന് റെഡിയാവാൻ നോക്കൂ സുഭാഷേട്ടാ. സുനന്ദ നാളെ അതും പ്രതീക്ഷ അമ്പലത്തിലേക്ക് വരാം. ചെന്നില്ലെങ്കിൽ അവള് നമ്മൾ ചതിച്ചു എന്ന് വിചാരിക്കില്ലേ? അവളെ ചതിക്കണമെന്നുണ്ടോ സുഭാഷ് ചേട്ടന്? ഏയ്, ഒരിക്കലുമില്ല. ഡൺ. അപ്പൊ പ്രശ്നം തീർന്നു. നാളെ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ ആ കല്യാണം നടക്കുന്നു. അതെ. ഓക്കെ. ഓക്കേ. വീട് പണിത് നോക്കണം, വിവാഹം നടത്തി നോക്കണം എന്നൊക്കെ പറയുന്നത് വെറുതെ അല്ല. ഇറങ്ങി ചെയ്യുമ്പോഴേ എന്റെ പാടറിയുള്ളൂ. നമ്മള് ഇത്രയൊക്കെ ചെയ്തിട്ടും സുനന്ദ സമയത്ത് എത്തൂലോ അല്ലേ സുഭാഷേട്ടാ? എന്താണ് വലിയ ടെൻഷനിലാണല്ലോ. ഒരു ടെൻഷനും വേണ്ട. ഇന്നലെ അവൾ ഈ നടയിൽ വെച്ച് വാക്ക് തന്നു പോയത്. 10 മണിക്ക് എല്ലാം നടന്നിരിക്കും.